പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 20-21 തിരുവചനത്തിൽ പറയുകയാണ്, സ്വന്തം സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു എന്ന്. ആരാണ് അയൽക്കാരനെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യേശുനാഥൻ അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യനെ നന്മ ചെയ്ത ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ആരാണ് അയൽക്കാരനെന്ന്. നല്ല ശമരിയക്കാരൻ്റെ ഉപമയെന്ന് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ആരാണ് സഹോദരൻ? ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തി മാത്രമല്ല സഹോദരൻ. നമ്മുടെ കർത്താവിൻ്റെ കണ്ണുകൊണ്ട് നമ്മുടെ കർത്താവ് നോക്കുമ്പോൾ സഹോദരൻ എന്ന് പറയുന്നത് ആരെയാണെന്നോ? മാമോദിസ എന്ന കൂദാശിയുടെ വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗീയ ഭവനത്തിലെ അംഗമായി മാറ്റപ്പെട്ടവനാണ് സഹോദരനും സഹോദരിയും. ഇന്ന് സ്വർഗീയ ഭവനത്തിലെ അംഗമായി മാറ്റപ്പെട്ട, മാമോദിസയിലൂടെ സ്വർഗീയ ഭവനത്തിലെ അംഗമായി മാറ്റപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ അംഗീകരിക്കാറുണ്ടോ? സ്നേഹിക്കാറുണ്ടോ? അവർക്ക് നന്മ ചെയ്യാറുണ്ടോ? ഒരിടവകയാകുന്ന കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ പിതാവ്, ഇടവകയാകുന്ന കുടുംബത്തിൻ്റെ പിതാവ് മെത്രാനാണ്. ഇടവകയാകുന്ന കുടുംബത്തിൻ്റെ പിതാവ്, ആത്മീയ പിതാവ് മെത്രാനാണ്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അച്ഛന്മാരാരാ? അച്ഛന്മാരെ ഒരു 3 വർഷത്തേക്കോ അല്ലെങ്കിൽ 4 വർഷത്തേക്കോ ആ പിതാവിൻ്റെ, ആത്മീയ പിതാവിൻ്റെ കാര്യസ്ഥനായിട്ട് ഇടവകയിലേക്ക് പറഞ്ഞു വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇടവകയുടെ പിതാവ് മെത്രാൻ തന്നെയാണ്. അപ്പോൾ ആ പിതാവിൻ്റെ മക്കളാണ് ഇടവകയിലുള്ള ഓരോരുത്തരും. അങ്ങനെ പല ഇടവകകൾ ചേർന്നൊരു രൂപതയായി മാറ്റപ്പെടുന്നു. ആ പല രൂപതകൾ ചേർന്ന് കർത്താവിൻ്റെ സ്വർഗീയ ഭവനമായി മാറ്റപ്പെടുന്നു. ആ സ്വർഗീയ ഭവനത്തിലെ അംഗങ്ങളായി മാറ്റപ്പെട്ട, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളല്ല, വിശുദ്ധരുടെ സഹപൗരരും സ്വർഗീയ ഭവനത്തിലെ അംഗങ്ങളുമായി മാറിയിരിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ലേ? അത് തിരുസഭയിലുള്ള മക്കളെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. ഇനിമേൽ നിങ്ങൾ, മാമോദിസ എന്ന കൂദാശിയുടെ വിശുദ്ധീകരിക്കപ്പെട്ട ആ വിശുദ്ധ ജനത്തെ നോക്കിക്കൊണ്ട് പറയാം, ഇനിമേൽ നിങ്ങൾ അന്യരല്ല, പരദേശിയല്ല, പിന്നെയോ വിശുദ്ധരുടെ സഹപൗരരാണ്. തന്നെയുമല്ല, സ്വർഗീയ ഭവനത്തിലെ അംഗമാണ്. ഇന്ന് സ്വർഗീയ ഭവനത്തിലെ അംഗമാണെന്ന് എല്ലാവരും പരസ്പരം ഏകോദര സഹോദരങ്ങളായിട്ട് ജീവിക്കണമെന്നും പരസ്പരം താങ്ങായി തണലായി ജീവിക്കണമെന്നും പഠിപ്പിക്കുന്ന ഒരു സംവിധാനം നമുക്കില്ല. അടിസ്ഥാനപരമായിട്ട് കുഞ്ഞുനാളിലെ മാമോദിസ എന്ന കൂദാശിയുടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്നും മാമോദിസ സ്വീകരിച്ചവരെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്നും ഇന്ന് പഠിപ്പിക്കുന്നില്ല. ആ പഠനവും ആ ബോധ്യവും നമ്മുടെ ആൾക്കാർക്ക് കിട്ടാത്തതിൻ്റെ പേരിലാണ് പ്രിയ സഹോദരങ്ങളെ സമ്പത്തിനും സ്ഥാനമാനത്തിനും അംഗീകാരത്തിനും വേണ്ടി പരസ്പരം കാലുമാരലും കുതികാലുവെട്ടലും അതുപോലെ തന്നെ ഒറ്റിക്കൊടുക്കലും ഒക്കെ നടത്തുന്നത്. ക്രിസ്ത്യാനിക്കെതിരെ പാരയായിട്ട് മാറുന്നതിൻ്റെ കാരണം ക്രിസ്ത്യാനി അടിസ്ഥാനപരമായിട്ട് പഠിപ്പിച്ചവരെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരു കുടുംബത്തിലെ അംഗമാണെന്നുള്ള ബോധ്യത്തിൽ അവരെ വളർത്തുന്നില്ല. എന്നാൽ ഇതര ചില സമൂഹങ്ങളിലൊക്കെ ഒരു കുടുംബത്തിലെ അംഗമായിട്ട് തന്നെ അവർ കാണുന്നു. അമേരിക്കയിൽ ഒരു ക്രിസ്ത്യാനിക്ക് വേദനയുണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് ഒരു പ്രശ്നവുമില്ലാത്ത രീതിയാണ്. അമേരിക്കയിലുള്ള ക്രിസ്ത്യാനിയും കേരളത്തിലുള്ള ക്രിസ്ത്യാനിയും യൂറോപ്പിലുള്ള ക്രിസ്ത്യാനിയും അവരെല്ലാം ഒരു പിതാവിൻ്റെ മകനാണ്, മകളാണ്, ഒരു ഭവനത്തിലെ അംഗമാണ്. അവർക്ക് വേദനയുണ്ടായാൽ, അവർക്ക് മുറിവേറ്റ് കഴിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് വേദനിക്കണം. ഈ സത്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നില്ല.
അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു വന്നത്. സ്വന്തം സഹോദരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്വർഗീയ ഭവനത്തിൽ അംഗമായി മാറ്റപ്പെട്ട തിരുസഭയിലെ ഒരു അംഗത്തെ സ്നേഹിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. തിരുസഭയിലെ ഒരു അംഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, കഴിവില്ലാത്തതിൻ്റെ പേരിൽ, അതല്ല എങ്കിൽ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ, അവൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ അവൻ മോശക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട്, അവൻ മദ്യപാനിയാണെന്ന് പറഞ്ഞുകൊണ്ട്, അവൻ തിന്മയിൽ ജീവിക്കുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ മാറ്റി നിർത്തുമ്പോൾ അന്ത്യവിധിയുടെ സമയത്ത് കർത്താവ് ചോദിക്കും, എനിക്ക് വിശന്നു, രോഗിയായിരുന്നു, നഗ്നനായിരുന്നു, കാരാഗ്രഹവാസിയായിരുന്നു, പരദേശിയായിരുന്നു, പാർപ്പിടമില്ലാത്തവനായിരുന്നു, നിങ്ങളിൽ ചെറിയവല്ല ഒരാൾക്ക് ഇത് ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നെന്ന്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ, നമ്മൾ ഓരോരുത്തരും ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ. സ്വന്തം കുടുംബത്തിലെ മാമോദീസ എന്ന കുദാശയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് പിതാവായ ദൈവത്തിൻ്റെ മക്കളാകുന്ന ഒരു കുടുംബം, തിരുസഭയാകുന്ന കുടുംബത്തിലെ അംഗങ്ങളെ സ്നേഹിക്കുവാൻ, അംഗീകരിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള വ്യക്തികളോട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തിക്കൊണ്ട് ഞാൻ മാറ്റി നിർത്തുന്നുവെങ്കിൽ, ഇവിടെ കർത്താവ് പറയുകയാണ്, താൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും സ്വന്തം സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. ഇങ്ങനെ കള്ളം പറഞ്ഞ് ജീവിക്കുന്ന അനേകം വ്യക്തികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സത്യം തിരിച്ചറിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് ദൈവം പറഞ്ഞ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള കൃപ അവർക്കുണ്ടാകുവാൻ വേണ്ടി പ്രിയ സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. കാണപ്പെടുന്ന സഹോദരൻ മാമോദീസ എന്ന കുദാശയുടെ വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗീയ ഭവനത്തിലെ അംഗമായി മാറ്റപ്പെട്ട ഓരോ വ്യക്തിയും ഞങ്ങളുടെ സഹോദരനും സഹോദരിയുമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ അംഗീകരിക്കുവാനും പങ്കുവയ്ക്കുവാനുമുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.